सारे जहां से अच्छा हिंदोसिता हमारे हमारा सारे जहां से अच्छा। दोस्तों, आदाब अर्ज। സാരെ ജഹാൻ സെ അച്ച എന്ന ലോകത്ത് പ്രസിദ്ധമായ ഖൗമി ഗീത് ഇത് എഴുതിയ കവിയെക്കുറിച്ചും ആ കവിതയെക്കുറിച്ചും ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ഈ സ്പെഷ്യൽ ബുള്ളറ്റിനിലൂടെ നാം ഇന്ന് പരിചയപ്പെടുന്നു. നമുക്ക് ഇത് പരിചയപ്പെടുത്തി തരാനായിട്ട് ഒരു മുഖ്യ അതിഥി നമ്മെ കൂടെയുണ്ട്. ഹമാരെ ലിയെ आज एक मेहमान है जिन्होंने इकबाल के बारे में मलयालम में ये किताब लिखा है. ഇക്ബാൽ ജീവിതവും ദർശനവും എന്ന മലയാളത്തിൽ ഒരു പുസ്തകം എഴുതിയ ഒരു അതിഥിയാണ് ഇന്ന് നമുക്കുള്ളത്. അദ്ദേഹം ഹയർ സെക്കൻഡറിയിൽ ഉറുദു അധ്യാപകൻ കൂടിയാണ്. ജിസ്കാ നാം ഹേ ജനാബ് अफसल रहमान साहब. ആദാബ് അഫ്സൽ സാഹേബ് വിശ്വപ്രസിദ്ധ കവി അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ചും ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? പ്യാരെ ബച്ചോ, आदाब. अल्लामा इकबाल हिंदुस्तान के बहुत बड़े मशहूर व मारूफ शायर है. इकबाल ने लिखी हुई सारे जहां से अच्छा नज़्म के बारे में हम चर्चा कर रहे हैं. പ്രിയപ്പെട്ട കുട്ടികളെ, അല്ലാമ ഇക്ബാലിനെ നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും. ഉറുദു അറിയാത്തവർ പോലും കേട്ട് പരിചയമുള്ള നാമമാണ് ഇക്ബാൽ എന്നത്. സാരെ ജഹാം സെ അച്ച അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. ഉറുദു പഠിക്കാത്തവർ പോലും അവരുടെയൊക്കെ നാവിൽ കളിയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗീതമാണ് സാരെ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്നത്. ഇന്ത്യയിൽ ഇത്രയേറെ ദേശാഭിമാന പ്രചോദിതമാകുന്ന വരികൾ നമുക്ക് വേറെ കാണാൻ കഴിയില്ല. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. इसके पहले हम अल्लामा इकबाल को तारुफ करना चाहते हैं. അല്ലാമ ഇക്ബാൽ കോൻ ഹെ? നമുക്ക് ഇക്ബാലിൻ്റെ ഒരു ചെറിയ വിവരണം ഒന്ന് കേൾക്കാം. ആരാണ് ഇക്ബാൽ എന്നുള്ളതിന് നമ്മൾ അറിയണ്ടേ? ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള അറിയപ്പെടുന്ന കവിയാണ് അല്ലാമ ഇക്ബാൽ. 1877 നവംബർ 9 പഞ്ചാബിലെ സിയാൽകോട്ടിലാണ് ഇക്ബാൽ ജനിക്കുന്നത്. ഇക്ബാൽ ഒരു സാധാരണ കുടുംബത്തിൽ ഷെയ്ഖ് നൂർ മുഹമ്മദിൻ്റെയും ഇമാം ബീവിയുടെയും മകനായിട്ട് ഈ ലോകത്തേക്ക് കടന്നു വരുന്നു. ഇക്ബാലിൻ്റെ ജനനത്തിന് മുമ്പ് ഇക്ബാലിൻ്റെ പിതാവ് നല്ലൊരു സ്വപ്നം കണ്ടിരുന്നു. കുട്ടികൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. നമ്മളൊക്കെ പലപ്പോഴും സ്വപ്നങ്ങൾ കാണാറില്ലേ? ആ സ്വപ്നങ്ങൾ ജീവിതത്തിൽ നടപ്പിലായിട്ടുണ്ടോ? ആ സ്വപ്നം നടപ്പിലാകുമ്പോൾ നമുക്ക് എത്രമാത്രം സന്തോഷമുണ്ടായിട്ടുണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ? നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഒരു സ്വപ്നം വന്നില്ലേ? അപ്പോൾ ഇവിടെ ഇക്ബാലിൻ്റെ പിതാവും ഇക്ബാലിൻ്റെ ജനനത്തിന് മുമ്പ് ഒരു സ്വപ്നം കണ്ടിരുന്നു. ഒരു ഒഴിഞ്ഞ മൈതാനത്ത് കുറേ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ ആകാശത്തിൻ്റെ നീലിമയിൽ വട്ടമിട്ട് പറക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പറവ, നല്ലൊരു പ്രാവ്. എല്ലാവർക്കും ആ പ്രാവിനെ കിട്ടണമെന്നുണ്ട്, ആ മനോഹരമായിട്ടുള്ള പക്ഷിയെ കിട്ടണമെന്നുണ്ട്. എല്ലാവരും അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു. എല്ലാവരും അതിനുവേണ്ടി കൈകൾ ഉയർത്തുന്നുണ്ട്. തൻ്റെ മടിത്തട്ടിലേക്ക് ആ പ്രാവ് വന്നിട്ട് വന്ന് ഇറങ്ങണം എന്നാണ് എല്ലാവരും ആഗ്രഹിച്ചത്. അങ്ങനെ ഇക്ബാലിൻ്റെ പിതാവും ആകാശത്തേക്ക് നോക്കിയാണ്. അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇക്ബാലിൻ്റെ പിതാവിൻ്റെ അരികിലേക്ക് ആ പ്രാവ് വന്നിട്ട് ഇറങ്ങുന്നു. ആ സ്വപ്നത്തെക്കുറിച്ച് പിന്നീട് ഇക്ബാലിൻ്റെ പിതാവ് പറയുന്നുണ്ട്, പിറക്കാൻ പോകുന്ന മകൻ്റെ പ്രശസ്തിയെക്കുറിച്ചായിരുന്നു ഞാൻ അന്ന് സ്വപ്നം കണ്ടിരുന്നത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് തൻ്റെ കഠിനാധ്വാനം കൊണ്ട് ലോകത്തിൻ്റെ ഉയരങ്ങൾ കീഴടക്കിയ കിഴക്കിൻ്റെ കവി എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. പഠിക്കുന്ന സമയത്ത് തന്നെ ഇക്ബാലിന് കവിതയോടും എഴുത്തിനോടുമൊക്കെ വലിയ താല്പര്യമായിരുന്നു. എനിക്ക് ബച്ചുപ്പൻ ഹീസെ ഷേർ വ ഷായിരിക്ക ഷൗക്ക് ത. നല്ല താല്പര്യത്തോടു കൂടി
പഠിക്കാൻ തുടങ്ങിയ ആ വിദ്യാർത്ഥിയെ അധ്യാപകൻ നല്ലവണ്ണം ശ്രദ്ധിച്ചു. മീർ ഹസൻ എന്ന് പറയുന്ന അധ്യാപകൻ്റെ മക്തബയിലാണ്, പാഠശാലയിലാണ് ഇക്ബാലിനെ പിതാവ് കൊണ്ടുപോയിട്ട് ചേർക്കുന്നത്. 4-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തെ ആ ഒരു പാഠശാലയിൽ ചേർക്കുന്നത്. അവിടെ നല്ല രീതിയിൽ ഖുർആൻ പഠിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ പിതാവ് പറഞ്ഞു മകനെ ഉറുദുവും പേർഷ്യയും ഒക്കെ പഠിപ്പിക്കണം എന്നുള്ളത്. അങ്ങനെ ഉറുദു, പേർഷ്യ, അറബി ഭാഷകളൊക്കെ പഠിക്കാൻ തുടങ്ങി. ഇക്ബാൽ കെ ഉസ്താദ്, ബഹുത്ത് മഷഹൂർ ഉസ്താദ് മീർ ഹസൻ. മീർ ഹസന് ഉറുദുവിലെ കവിതയോട്, പേർഷ്യയിലെ കവിതയോട്, ഈരടികളോട്, ഷീറിനോട് വലിയ താല്പര്യമായിരുന്നു. തൻ്റെ വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്ക് മുന്നിൽ മനോഹരമായിട്ടുള്ള ഈരടികൾ ചൊല്ലിക്കൊടുക്കുമ്പോൾ ഇക്ബാലിൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ആ ഈരടികൾ ആഴ്ന്നിറങ്ങി. അങ്ങനെ ഇക്ബാലിനും കവിതയോട് താല്പര്യമുണ്ടാകുന്നു. ചെറുപ്പത്തിൽ തന്നെ എഴുതി തുടങ്ങി. ദാഗ് ദഹ്ലവി എന്ന് പറയുന്ന തൻ്റെ ഗുരുവിന് ഇക്ബാൽ അത് അയച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് ഇക്ബാൽ ആ കവിത കറക്റ്റ് ചെയ്തിട്ട് ശരിയാക്കിയിട്ട് വരുന്നത്. പിന്നീട് വളർന്നു വന്നപ്പോൾ ലാഹോറിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സഭയായിരുന്നു അഞ്ജുമൻ ഹിമായത്തുൽ ഇസ്ലാം സഭ. അവിടെ ഒരു മുഷായിറ കവിയരങ്ങെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ കവിത എഴുതുന്ന കവികൾ അവരുടെ ഈരടികൾ കൊണ്ടുവന്ന് അവർ തന്നെ അവതരിപ്പിക്കും. അത് കേൾക്കുന്നവർ അവർ പ്രോത്സാഹിപ്പിക്കും. നമ്മൾ ടി വിയിൽ DD ഉറുദു, അതുപോലെ തന്നെ നമ്മൾ ETV ഉറുദു ഒക്കെയുള്ള ഉറുദു ചാനലുകളുണ്ട്. ആ ചാനലിൽ കയറി നോക്കിയാൽ മതി. നമ്മുടെ കവികൾ കവിത അവതരിപ്പിക്കുമ്പോൾ ഈരടികൾ അവതരിപ്പിക്കും, വാ 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 എന്ന് പറഞ്ഞ് ആളുകൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പം നമ്മളൊരു കാര്യം അവതരിപ്പിക്കുന്ന സമയത്ത് മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമുക്കൊരു ഊർജ്ജം ഉണ്ടാവില്ലേ? ആ പ്രോത്സാഹനം ഒരു ഊർജ്ജമായിട്ട് നമ്മുടെ സിരകളിലൂടെ പടർന്നു കയറും. അങ്ങനെയാണ് അഞ്ജുമൻ ഹിമായത്തുൽ ഇസ്ലാം സഭയുടെ ആ ഒരു പരിപാടിയിൽ വെച്ച് ഇക്ബാൽ അവതരിപ്പിക്കുന്നു. ഇക്ബാലിനെ മറ്റുള്ളവരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. അവിടെ കൂടി നിന്നവരൊക്കെ ഇക്ബാലിന് ചിലർ പൈസ കൊടുത്തിട്ടുണ്ട്, ചിലർ തങ്ങളുടെ തലപ്പാവ് എടുത്തിട്ട് ഇക്ബാലിന് അണിയിച്ചു കൊടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പ്രോത്സാഹനത്തിലൂടെയാണ് ഇക്ബാൽ വളർന്നത്. നല്ല പ്രഗത്ഭനായിട്ടുള്ള വിദ്യാർത്ഥിയായിരുന്നു. ഇക്ബാൽ തന്നെ തൻ്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, 3 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും എന്നത്. യഖീൻ മുഹക്കം, അമൽ പൈഹം, മുഹബ്ബത്തെ ഫാത്തിഹെ ആലം, ജിഹാദ് ജിന്ദഗാനി മെഹെ ഹർ മദ്ദോൻ കി ഷംസീർ. യഖീൻ മുഹക്കം, ഒരു ഉറച്ച തീരുമാനം നമുക്കുണ്ടായിരിക്കണം. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ജീവിതത്തിൽ നമ്മൾ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവും. ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ LP സ്കൂളിൽ പഠിച്ച സമയത്തുണ്ടായ സ്വപ്നമാവില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവുക. LP സ്കൂളിൽ നിങ്ങൾക്ക് പല സ്വപ്നങ്ങളുണ്ടാവും, പലതായിട്ടാവണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷേ UP സ്കൂളിലെത്തുമ്പോൾ, പിന്നീട് ഹൈസ്കൂളിലെത്തുമ്പോൾ, പിന്നീട് +2 കോളേജിലെത്തുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് നമ്മുടെ സാധ്യതക്കനുസരിച്ച്, നമ്മുടെ കഴിവിനനുസരിച്ച് മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. അങ്ങനെ നമ്മളെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മളൊരു ഉറച്ച തീരുമാനമെടുക്കുക. നമ്മൾ എന്തായിത്തീരണം, ആരായിരിക്കണം എന്നുള്ളത്. യഖീൻ മുഹക്കം, അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല. ഒരു തീരുമാനം കയ്യിൽ വെച്ചതുകൊണ്ട് മാത്രം ഉണ്ടാവും, ഇല്ലല്ലോ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അമൽ പൈഹം, തുടർച്ചയായിട്ട് അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. കാരണം പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാവുകയും നമ്മുടെ വഴികളിലൂടെ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് പോകാൻ നമുക്ക് സാധ്യമാക്കാം. അപ്പം നിരന്തരമായിട്ടുള്ള പ്രവൃത്തി ഉണ്ടായിരിക്കണം. മുഹബ്ബത്തെ ഫാത്തിഹ ആലം, ഞാൻ ഈ ലോകം ജയിച്ചടക്കും, ലോകത്തെ ഞാൻ എൻ്റെ കാൽക്കീഴിലേക്ക് കൊണ്ടുവരും എന്നുള്ള ആ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ജിഹാദ് ജിന്ദഗാനി മെഹെ ഹർ മദ്ദോൻ കി ഷംസീർ എന്നുള്ളത് ഇക്ബാൽ പറയും. ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അടർക്കളത്തിൽ ഓരോരുത്തരുടെയും ആയുധം ഇതായിരിക്കണം എന്നുള്ളത് ഇക്ബാൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇക്ബാൽ ഉന്നതങ്ങളിലേക്ക് പോയതും. ഇക്ബാൽ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇക്ബാലിൻ്റെ കവിതാ സമാഹാരങ്ങൾ ഒന്ന് ഞാൻ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് അറിയുന്നതാണ് എങ്കിൽ പോലും ഇക്ബാലിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം പല മജ്മുഅ ക്യാ ബാങ്കെ ദറ, ദൂസര ബാലെ ജിബ്രീൽ, തീസര ജർബെ കലീം, ചൗഥ അർമുഖാനെ ഹിജാസ്. ആദ്യത്തേത് ബാങ്കെ ദറയാണ്. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കവിതാ സമാഹാരമാണ് ബാങ്കെ ദറ. നമ്മൾ ഈ ചർച്ച ചെയ്യാൻ പോകുന്ന സാരേ ജഹാം സച്ചയും നമ്മൾ ബാങ്കെ ദറയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത്. ബാങ്കെ ദറയും ബാലെ ജിബീരിലും ജർബെ കലീമും അർമുഖാനെ ഹിജാസും ഒക്കെ ലോകത്തെ പല ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിലുണ്ട്, അതിൻ്റെ പരിഭാഷകളുണ്ട്. ലോകത്തിലെ വിവിധ ഭാഷകളിലേക്ക് അത്
തർജ്ജമ ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഇക്ബാൽ ഒരു വിശ്വമഹാകവിയായിട്ടാണ് അറിയപ്പെടുന്നത്. കിഴക്കിൻ്റെ കവി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഒക്കെ കവിയാണ് ഇക്ബാൽ. ലോകത്തെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് ഇക്ബാൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഇക്ബാൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയത് നമുക്കറിയാം ജർമ്മനിയിലെ മ്യൂണിച്ചിലുള്ള ലൂദ്വിഗ് സർവകലാശാലയിൽ പോയിട്ടാണ്. അവിടെ പോയിട്ട് പേർഷ്യയിലെ അതിഭൗതികവാദത്തിൻ്റെ വളർച്ച എന്ന വിഷയത്തിലാണ് ഇക്ബാൽ ഡോക്ടറേറ്റ് നേടിയത്, PhD നേടിയിട്ടുള്ളത്. ഡോക്ടർ സർ അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ്. സർ ബിരുദം കൊടുത്തിട്ടുണ്ട് ഇക്ബാലിന് ബ്രിട്ടീഷ് ഗവൺമെൻറ്. ഇക്ബാലിന് സർ ബിരുദം കൊടുക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഇക്ബാൽ പറഞ്ഞത്, എൻ്റെ സംഭാവനകളെ പരിഗണിച്ചിട്ടാണ് നിങ്ങൾ എനിക്ക് സർ ബിരുദം നൽകുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് മറ്റൊരു അഭ്യർത്ഥനയുണ്ട്. എൻ്റെ അധ്യാപകന് മീർ ഹസന് നിങ്ങൾ ഷംസുൽ ഉലമ പട്ടം കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഡിമാൻഡ്. അത്രയേറെ അധ്യാപകനെ സ്നേഹിച്ചിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ഈ വിവരങ്ങൾ കേൾക്കുന്നത്, നമ്മളൊക്കെ പുതിയ അറിവുകൾ കരസ്ഥമാക്കിയിട്ട് ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് കുതിക്കുവാൻ വേണ്ടി നമ്മുടെ ചിറകിന് കരുത്ത് സമ്മാനിക്കുന്നതാരാ? നമ്മളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നതാരാ? നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ഒരു ലോകമുണ്ട് എന്ന് കാണിച്ചു തരുന്നതാരാ? നമ്മുടെ അധ്യാപകരല്ലേ, നമ്മുടെ ഉസ്താദ്. ആ ഉസ്താദിനെ അത്രയേറെ സ്നേഹിച്ചു ഇക്ബാൽ. ഇക്ബാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് പറഞ്ഞു, എൻ്റെ ഉസ്താദിന് നിങ്ങൾ ഷംസുൽ ഉലമ പട്ടം കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഉസ്താദിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ്? ഉസ്താദിൻ്റെ ഖിദ്മാത്ത്, അദബി ഖിദ്മാത്ത് എന്താണെന്ന് ഞങ്ങൾക്ക് കാണണം, ആ പുസ്തകങ്ങളൊന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. ഇക്ബാൽ പറഞ്ഞു, എൻ്റെ ഉസ്താദിൻ്റെ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ പുസ്തകം എന്ന് പറഞ്ഞു. അത് കൊടുത്താലും ഞാൻ സർ ബിരുദം സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം ബ്രിട്ടീഷ് ഗവൺമെൻറ് അംഗീകരിച്ചു. ഷംസുൽ ഉലമ പട്ടം ഉസ്താദിന് നൽകിയതിന് ശേഷമാണ് ഇക്ബാൽ സർ ബിരുദം സ്വീകരിച്ചത്. സർ മുഹമ്മദ് ഇക്ബാൽ, ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ, നിരവധി ബിരുദങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള അല്ലാമ മുഹമ്മദ് ഇക്ബാൽ, കേംബ്രിഡ്ജിലെ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പഠിച്ച ഇക്ബാൽ. മാത്രമല്ല, നമ്മൾ വട്ടമേശ സമ്മേളനം, റൗണ്ട് ടേബിൾ കോൺഫറൻസ്, ഗോൾമേസ് കോൺഫറൻസ് മേം ഇക്ബാൽ ഷർക്കത്ത് കിയാത്ത. ഇക്ബാൽ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുണ്ട്, വട്ടമേശ സമ്മേളനത്തിൽ. നമ്മൾ ഹിസ്റ്ററിയിൽ സാമൂഹ്യ പാഠം പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ വട്ടമേശ സമ്മേളനം. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മൗലാന മുഹമ്മദ് അലി കേട്ടിട്ടില്ലേ നമ്മൾ? അവിടെ പോയിട്ടാണ് പറഞ്ഞത്, ഒന്നുകിൽ എനിക്ക് സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ സ്വതന്ത്രമായ നാട്ടിൽ 6 അടി മണ്ണെങ്കിലും നൽകണം എന്ന് പറഞ്ഞ മൗലാന മുഹമ്മദ് അലിയുടെ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ വട്ടമേശ സമ്മേളനത്തിൽ ഒരു ലീഡറായിട്ട് ഇന്ത്യയിൽ നിന്ന് അവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എന്നുള്ളത്. ആ ഇക്ബാലിൻ്റെ രചനകൾ ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മളും ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മുടെ മുന്നിൽ ഇക്ബാലിൻ്റെ സാരേ ജഹാം സച്ച ഉണ്ട്. എത്ര മനോഹരമായിട്ടാണല്ലേ, ഉറുദു അറിയാത്തവരുടെ പോലും മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് അത് ആഴ്ന്നിറങ്ങുന്നുണ്ട്. ഒരിക്കൽ മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജയിലിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് ജയിലിൽ പാർക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു തടവുകാരൻ സ്ഥിരമായിട്ട് സാരേ ജഹാം സച്ച ചെല്ലുമായിരുന്നു എന്നുള്ളത്. ഗാന്ധിജി തന്നെ പറഞ്ഞത്, സാരേ ജഹാം സച്ച കേട്ട് കഴിഞ്ഞാൽ മനസ്സിൽ ദേശസ്നേഹം തുളുമ്പാത്ത ആരുണ്ട് ഇവിടെ എന്നുള്ളതാണ് ചോദിച്ചത് എന്ന്. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ലോകപ്രസിദ്ധമായിട്ടുള്ള ആ സാരേ ജഹാം സച്ച എന്ന ആ വരികളെക്കുറിച്ച് നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം. ठीक है അഫ്സൽ സാഹേബ്, ഇന്ത്യയിൽ നിരവധി ഭാഷകളുണ്ട്. ആ ഭാഷകളിലൊക്കെയും ദേശഭക്തി ഗാനങ്ങൾ എഴുതിയിട്ടുമുണ്ട്. എങ്കിലും സാരേ ജഹാൻ സെ അച്ച എന്ന ഈ ഉറുദു കവിത ഇത്രയും പ്രശസ്തമാവാൻ എന്തായിരിക്കും കാരണം? ഇതിൻ്റെ ആശയമായിരിക്കും ലോക പ്രശസ്തമാവാൻ കാരണം. അഫ്സൽ സാഹിബ്, എന്താണ് ഇതിൽ പറയുന്ന ആശയം? ലോകത്ത് തന്നെ ഇത്രയും പ്രസിദ്ധമാകാൻ കാരണമായ ഇതിൻ്റെ ആശയം എന്താണ്? अल्लामा इकबाल के बहुत मशहूर नज़्म सारे जहां से अच्छा इकबाल के मशहूर मजमुआ कलाम बांग दर से लिया है. ഇക്ബാലിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കവിതയാണ് സാരേ ജഹാം സെ അച്ച എന്ന് പറയുന്ന കവിത. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതാണ് ഇതിൻ്റെ ഒരു തുടക്കത്തെക്കുറിച്ചൊക്കെ. അല്ലാമ ഇക്ബാലിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കവിതാ സമാഹാരമായിട്ടുള്ള ഒന്നാമത്തെ കവിതാ സമാഹാരം ബാങ്ക്യ ദറയിൽ നിന്നാണ് ഈ വരികൾ എടുത്തിരിക്കുന്നത്. പല ട്യൂണിലും നമ്മൾക്ക് ഇത് കേൾക്കാൻ സാധിക്കും. ഇതിന് മ്യൂസിക് പണ്ഡിറ്റ് രവിശങ്കർ വളരെ മനോഹരമായിട്ട് ചിട്ടപ്പെടുത്തിയ മ്യൂസിക്കൊക്കെ നമുക്ക് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ ഏത് ആപ്പിലും നമുക്ക് എടുക്കാൻ സാധിക്കുന്നതൊക്കെയാണ് എന്നുള്ളത്. വളരെ മനോഹരമായ സംഗീതത്തോടു കൂടി
ഇന്ത്യയിലെന്നല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത് പ്രശസ്തി ആർജിച്ചതാണ്. സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര, ഹംബുൽ ബുലേ ഹെ ഇസിക്കി ഹേഗുൽ സിത്താൻ ഹമാര. ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നാട് അതേതാ? നമ്മുടെ ഹിന്ദുസ്ഥാനാണ്, നമ്മുടെ ഇന്ത്യയാണ്, നമ്മുടെ നാടാണ്. അത്രയ്ക്കും മനോഹരമായിട്ടുള്ളൊരു വരി ഇന്ത്യയെക്കുറിച്ച് വേറെ ആരാ എഴുതിയിട്ടുള്ളത്? ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നാട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇന്ത്യയാണ്, ഹിന്ദുസ്ഥാൻ ഹമാര, നമ്മുടെ ഇന്ത്യയാണ് എന്നുള്ളതാണ് മഹാകവി പറയുന്നത്. നമ്മൾ ഇവിടുത്തെ ആരാ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ രാജ്യത്തിലെ നമ്മൾ ആരാ? ഹം ബുൽബുലേ ഹെ ഇസിക്കി ഹേ ഗുൽ സിത്താൻ ഹമാര. ഈ ഗുലിസ്ഥാനിലെ, ഈ പൂങ്കാവനത്തിലെ, ഈ പൂന്തോട്ടത്തിലെ ആരാ നമ്മൾ? രാപ്പാടികൾ, ബുൽബുൽ പക്ഷികളാണ് നമ്മൾ എന്നുള്ളത്. അതാണ് കവി ഈ ഒരു വരിയിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ വരി കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് എന്തുമാത്രം ആനന്ദം വരും. അതാണ് ഒരാൾക്ക് ഒരു രാജ്യത്തോടുള്ള ഒരു സ്നേഹം. ആ സ്നേഹത്തിൻ്റെ നിലക്കാത്ത, ആ ഒരു സ്നേഹത്തിന് നിലക്കാത്ത ഉറവയെ പോലെയാണ് ഇക്ബാലിൻ്റെ ഈ വരികൾ കടന്നു വന്നിട്ടുള്ളത് എന്നുള്ളത്. അതിനുശേഷം വരുന്ന വരി അതിനേക്കാൾ മനോഹരമായിട്ടുള്ള വരിയാണ് എന്നുള്ളത്. പർബത്ത് വോ സബ്സെ ഊഞ്ച ഹംസായ ആസ്മാൻ ക. പർവ്വത്, ഹിമാലയത്തെക്കുറിച്ചാണ് അല്ലാമ ഇക്ബാൽ പറയുന്നത്. ഇന്ത്യ എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന ഒരു പിക്ചറാണ് വടക്ക് ഹിമാലയ പർവ്വതം. ആ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെക്കുറിച്ചും അതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളെക്കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ് എന്നുള്ളത്. ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന പർവ്വതം, അതിനെക്കുറിച്ച് കവി വളരെ മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അത് ഇന്ത്യയുടെ എന്താണ്? കേവലമായിട്ടുള്ളൊരു പർവ്വതം മാത്രമല്ല. പർവ്വത് വോ സബ്സെ ഊഞ്ച ഹംസായ ആസ്മാൻ ക വോ സന്ദരി ഹമാര വോ പാസ്ബാൻ ഹമാര. ഇന്ത്യയുടെ കാവൽക്കാരൻ, ഇന്ത്യയുടെ സംരക്ഷകൻ, ഈ നാടിനെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ ഈ പർവ്വതത്തിന്, ഹിമാലയ പർവ്വതത്തിന് വലിയൊരു പങ്കുണ്ട്. അതാണ് ഇക്ബാൽ തൻ്റെ ഈ ഒരു കവിതയിലൂടെ പറയുന്നത്. ഗോദി മെ ഖേൽത്തി ഹെ ഇസ്കി ഹസാറോ നദിയ. ഈ ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ നിന്ന് ആയിരക്കണക്കിന് നദികളാണ് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ പറയും ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികൾ ഗംഗ, യമുന, ബ്രഹ്മപുത്ര നദികളൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരുപാട് നദികൾ, ആയിരക്കണക്കിന് നദികളാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. നല്ല ഒഴുകുന്ന അരുവി കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നില്ലേ? അതാണ് ഗുൽഷൻ ഹെ ജിൻകെ ദംസെ രഷിക്കി ജിനാ ഹമാര. അങ്ങനെ ഒഴുകുന്ന നദികളൊക്കെയുള്ള ഹിന്ദുസ്ഥാൻ എന്ന, ഇന്ത്യ എന്ന ഈ പൂങ്കാവനത്തെ പലരും അസൂയയോടുകൂടി കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇന്ത്യ എന്ന പൂങ്കാവനത്തെ അസൂയ വെക്കുന്നവരുണ്ട്. കാരണം അത്രയ്ക്കും മനോഹരമായിട്ടുള്ള പർവ്വതങ്ങളും ആയിരക്കണക്കിന് നദികളും മനോഹരമായിട്ടുള്ള പൂങ്കാവനങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നാടാണ് എൻ്റെ ഇന്ത്യ എന്നുള്ളതാണ് അല്ലാമ ഇക്ബാൽ തൻ്റെ ഈ വരിയിലൂടെ പറയുന്നത്. ഇക്ബാലിൻ്റെ സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഈ കവിതയുടെ സത്ത ഉൾക്കൊള്ളുന്ന ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു വരിയാണ്, ഈരടിയാണ്, ഒരു ഷീറാണ് നമ്മളിനി പറയാൻ പോകുന്നത്. മസ്ഹബ് നഹീ സിഖാത്ത ആപ്പസ് മെ ബൈർ രഖ്ന ഹിന്ദി ഹൈ ഹം വതൻ ഹെ ഹിന്ദുസ്ഥാൻ ഹമാര. ഹിന്ദുസ്ഥാൻ മേ കൈ മസ്ഹബ് ജന്മ ലിയാ ഹെ. ധാരാളം മതങ്ങൾ ഇവിടെ ജന്മമെടുത്തിട്ടുണ്ട്, ധാരാളം മതങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുമുണ്ട്. അതാണ് ഇന്ത്യയുടെ പ്രത്യേകത. നമ്മൾ പല മതത്തിനും ജന്മം കൊടുത്തപ്പോൾ പല മതങ്ങളെയും പോറ്റി വളർത്തിയ നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ബുദ്ധന് ജന്മം കൊടുത്ത നാടാണ് ഇന്ത്യ. സിദ്ധാർത്ഥൻ നമുക്ക് അറിയാം ചരിത്രത്തിൽ. ജൈനന് ജന്മം കൊടുത്ത നാടാണ് ഇന്ത്യ. ജൈനമതവും ബുദ്ധമതവും ഹിന്ദു മതവും ഒക്കെ നമ്മുടെ നാട്ടിലെ മതങ്ങളായിട്ട് പറയുമ്പോൾ ഇസ്ലാം മതം, ക്രൈസ്തവ മതം, അങ്ങനെയുള്ള പല മതങ്ങളെയും ഇന്ത്യ പോറ്റി വളർത്തുകയുണ്ടായി, ഏറ്റെടുത്ത് പോറ്റി വളർത്തുകയുണ്ടായി. എന്നാൽ ഏതെങ്കിലും ഒരു മതത്തോട് വിവേചനം കാണിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യയുടെ പ്രത്യേകത എന്താ? ഒരു മതവും പരസ്പരം സംഘർഷം പഠിപ്പിക്കുന്നില്ല. മസ്ഹബ് നഹീ സിഖാത്ത. മതങ്ങൾ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. എന്തു പഠിപ്പിക്കുന്നില്ല? ആപ്പസ് മെ ബൈരി രഖ്ന. പരസ്പരം സംഘർഷത്തിൽ ഏർപ്പെടാൻ, മറ്റുള്ളവരുമായിട്ട് ക്ലാഷിൽ, മറ്റുള്ളവരുമായിട്ടൊരു വൈര്യത്തിൽ, വെറുപ്പിൽ, വിദ്വേഷത്തിൽ കഴിയാൻ ഒരിക്കലും ഒരു മതവും നമ്മളെ പഠിപ്പിക്കുന്നില്ല. എന്തു മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ? സഹിഷ്ണുത മാത്രം.
മറ്റുള്ളവരെ സ്നേഹിക്കാൻ, വിശ്വസിക്കാൻ, സഹിഷ്ണുതയോടുകൂടി കാണാൻ, അവരുമായിട്ട് ഇഴചേർന്നുകൊണ്ട് മിൽ ജുൽക്കർ രഹ്നെ കെ ലിയേ സബക് ദേത്തി ഹെ. അങ്ങനെയുള്ള പാഠമാണ്, അങ്ങനെയുള്ളൊരു സന്ദേശമാണ് മിൽ ജുൽക്കർ രഹ്നെ കാ പൈഗാം ദേത്തി ഹെ. അങ്ങനെയുള്ളൊരു സന്ദേശമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നതും. മസ്ഹബ് നഹീ സിഖാത്ത ആപ്പസ് മേ ബൈർ രഖ്ന, ഹിന്ദി ഹൈ ഹം വതൻ ഹെ, ഹിന്ദുസ്ഥാൻ ഹമാര. അതാണ് നമ്മുടെ നാട്, അതാണ് നമ്മുടെ ഹിന്ദുസ്ഥാൻ, അതാണ് നമ്മുടെ പ്രത്യേകതയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വരികൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇത് കടന്നു വരണം. എല്ലാവരെയും ഒന്നിച്ച് കാണുവാനും എല്ലാവരും പരസ്പരം സൗഹാർദ്ദത്തോടു കൂടി നല്ല ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയുമൊക്കെയാണ് നമ്മൾ ഇത്തരം കവിതകൾ വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കയറി വരേണ്ടത്. സാരേ ജഹാൻ സെ അച്ച എന്ന ഈ കവിത വളരെ സരസവും സരളവുമായ രീതിയിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തന്ന അഫ്സൽ സാഹിബ്, വളരെ നന്ദി, താങ്ക് യു. ഉറുദു അധ്യാപകൻ എന്നുള്ള നിലക്ക് താങ്കൾക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി എന്തു പറയാനുണ്ട്? പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇത്രയും നേരം അല്ലാമ ഇക്ബാൽ എന്ന് പറയുന്ന വിശ്വമഹാകവിയെക്കുറിച്ചാണ് സംസാരിച്ചത്. വിശ്വദാർശനികനായിട്ടുള്ള പ്രഭാഷകനും എഴുത്തുകാരനും ചിന്തകനും ആയിട്ടുള്ള നമ്മുടെ പ്രഗത്ഭനായിട്ടുള്ള മഹാകവി. ആ കവിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വരി, ഉറുദു അറിയാത്തവർ പോലും ചൊല്ലുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന വരിയായിട്ടുള്ള സാരേ ജഹാൻ സെ അച്ച, ഭാഗ്യദറയിൽ നിന്നെടുത്ത ആ വരികളെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ ചർച്ചയിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ മനോഹരമായിട്ടുള്ള ആശയങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കണം. നമ്മുടെയൊക്കെ മനസ്സിലേക്ക് പുതിയ ആശയങ്ങൾ കടന്നു വരണം. ഇക്ബാൽ നമുക്കൊരു പ്രചോദനമായിട്ട് മാറണം. നമ്മളും പുതിയ കവിതകൾ എഴുതണം. പുതിയ വരികൾ നമ്മൾ കോർത്തിണക്കിക്കൊണ്ട് മുന്നോട്ട് നമ്മൾക്ക് കഴിയും. നല്ല കഴിവും പ്രാപ്തിയുമുള്ള കുട്ടികളാണ് ഈ ഇരിക്കുന്നവരൊക്കെ. നമ്മളിലേക്കൊന്ന് നോക്കിയാൽ മതി ഒരിക്കൽ നമ്മുടെ കഴിവിനെ കുറിച്ച് മനസ്സിലാക്കാൻ. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കും നാളെ ഒരു ഇക്ബാലായിട്ട് മാറണം. ഇന്ന് നമ്മൾ ഇക്ബാലിനെ ചർച്ച ചെയ്യുന്നത് പോലെ നാളെ ഈ മക്കളെക്കുറിച്ചും ചർച്ച ചെയ്യണം. ഇത്രയും നേരം എൻ്റെ ഈ വാക്കുകൾക്ക് ശ്രദ്ധയോടെ കാതോർത്ത നിങ്ങൾക്ക് ഹൃദ്യമായ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ശുക്രിയ, ബഹുത് ശുക്രിയ അഫ്സൽ സാഹിബ്. സാരേ ജഹാൻ സെ അച്ച എന്ന ഈ കവിതയുടെ ആകെ മൊത്തം സത്തയായിട്ടുള്ള 2 വരി കവിതയാണ് മസ്ഹബ് നഹീ സിഖാത്ത ആപസ് മേ ഭൈർ രഖിന, ഹിന്ദി ഹെ ഹം വതൻ ഹെ, ഹിന്ദുസ്ഥാൻ ഹമാര. അല്ലേ, വളരെ അർത്ഥവത്തായ 2 വരി. इस शेर का मतलब अब सुना होगा. ഓക്കെ, ഈ 2 വരി കവിതയുടെ ആശയങ്ങൾ മത്ലബ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. എന്താ? മസ്ഹബ് നഹീ സിഖാത്ത ആപസ് മേ ഭൈർ രഖിന. हिंदुस्तान में कई मजहब है. हाँ, हिंदू, इस्लाम, सिख, ईसाई, जैन, इसी तरह हमारे हिंदुस्तान में कई मजहब है. लेकिन ഒരുപാട് മതങ്ങൾ ഇന്ത്യയിലുണ്ട്. लेकिन कोई मजहब आपस में भय रखने को नहीं पढ़ाता है, नहीं सिखाता है. എല്ലാ മതങ്ങളും ഈ ഇന്ത്യ രാജ്യത്തുണ്ട്. ലേക്കിൻ ഒരു മതവും പരസ്പരം ഭയ രഖ്നെ കെ ലിയേ പഠാത്താ നഹീ ഹൈ. ഒരു മതവും പരസ്പരം തർക്കിക്കാൻ പഠിപ്പിക്കുന്നില്ല. ഹം സബ് ഹിന്ദുസ്ഥാനി ഹൈ, ഹിന്ദുസ്ഥാനി ഹൈ. നമ്മളെല്ലാവരും ഹിന്ദുസ്ഥാനിയാകുന്നു. അല്ലേ, ഒരുപാട് മതങ്ങളുണ്ടെങ്കിലും നമ്മളൊക്കെയും
हिंदुस्तानी है, हमारा वतन ഹിന്ദുസ്ഥാൻ ഹേ, ഭാരത് ഹേ. ഈ ഒരു വലിയ ആശയമാണ് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. दोस्तों, हमारी दरसी किताब में एक सरगर्मी है. देखिए बच्चों, नीचे दिए गए शेर का मफहूम अपने अल्फाज में लिखिए. मज़हब नहीं सिखाता आपस में बैर रखना, हिंदी है हम वतन है ഹിന്ദുസ്ഥാൻ ഹമാര. ഈ രണ്ട് വരിയുടെ ആശയം വൃത്തിയായി എഴുതി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ശുക്രിയ. ഖുദാ ഹാഫിസ്.